രാജസ്ഥാനിലേക്ക് പോയാൽ സംഘർഷങ്ങൾക്ക് ശമനമായതോടെ രാജസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് മാറുകയാണ്. കടകമ്പോളങ്ങളെല്ലാം തുറന്നു. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ സുവർണ നഗരി വീണ്ടും പതിവ് തിളക്കത്തിലേക്ക്. അശാന്തമായ ദിനങ്ങൾക്കൊടുവിൽ ജയ്സാൽമീറിലെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. लॉकडाउन कल से थोड़ा खुल गया, अब थोड़ा जरूर हम मजदूर लोगों के लिए सही है, गरीब आदमी के लिए अब सही हुआ है, अच्छा चल रहा है। सर हम तो भिलवाड़ा से आए हैं, मजदूरी करने के लिए आए। कल बहुत ज़्यादा लग गया था और अब थोड़ा बहुत खुला है और चल रहा है. കടകളെല്ലാം തുറന്നു. അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ദീർഘദൂര സ്ഥലങ്ങളിലേക്ക് സർക്കാർ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഓടിത്തുടങ്ങി. एवरीथिंग बैक टू नॉर्मल लाइफ, आगे देखते हैं क्या होता है. हाँ सब्जी सब ठीक है, बढ़िया है. अभी माहौल शांत है एकदम. വരും ദിവസങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതോടെ ബാർമീർ, ജോധ്പൂർ തുടങ്ങിയ അതിർത്തിയിലെ 6 ജില്ലകളും സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ ഇന്നലെ രാത്രിയും ജയ്സാൽമീർ, ബാർമീർ എന്നിവിടങ്ങളിലെ എയർബേസ് പരിസരങ്ങളിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. ഇനിയും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കുകയാണ് സൈന്യം. ജയ്സാൽമീർ ആ പഴയ തിരക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സമാധാനം, ആശ്വാസം. ടൂറിസ്റ്റുകളൊക്കെ കൊണ്ട് നിറയുന്ന ആ പഴയ ജയ്സാൽമീറിലേക്ക് ഇനി അധിക ദിവസം ഇല്ലെന്ന് തന്നെ കരുതാം. ജയ്സാൽമീറിൽ നിന്ന് രാഹുൽ VS-നൊപ്പം അനിൽ വാസുദേവ്, 24. ജയ്സാൽമീറിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനിൽ, റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു അവിടെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു. നിരത്തുകളൊക്കെ കൂടുതൽ സജീവമാകുന്നു. ആശങ്കയുടെ മണിക്കൂറുകളൊക്കെ അവസാനിച്ച് പതിയെ ജീവിതം തിരികെ പിടിക്കുകയാണ് അവർ. എന്താണ് ഇന്ന് നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ? തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജയ്സാൽമീർ വീണ്ടും ആ പഴയ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയ്സാൽമീർ മാത്രമല്ല, ഈ രാജസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളായ ബാർമീർ ഉൾപ്പെടെയുള്ള ജോധ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇതുപോലെയാണ്. എല്ലാ ലോക്ക്ഡൗണിന് സമാനമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ മാറി. ഇന്നലെ ബ്ലാക്ക് ഔട്ടും പിൻവലിച്ചതോടുകൂടി എല്ലാവരും നിരത്തുകളിലേക്ക് ഇറങ്ങി, വണ്ടികൾ ഓടിത്തുടങ്ങി, കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. എല്ലാം ഒരു സുഗമമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇന്നലെ പോലും ആളുകളുടെ മനസ്സിൽ ചില ആശങ്കയുണ്ട്. രാത്രിയാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായത്. 2 ദിവസം ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി വീണ്ടും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ന് രാത്രി വീണ്ടും അതുപോലെ ഉണ്ടാകുമോ? ജമ്മു കാശ്മീരിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ചില കടക്കാരെങ്കിലും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ അവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ചെറിയൊരു ആശങ്ക മനസ്സിലുണ്ട്. എന്നിരുന്നാൽ പോലും പകൽ സമയത്തെങ്കിലും പുറത്തിറങ്ങാനും കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനും കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെ പറ്റുന്നുണ്ട് എന്ന വലിയൊരു സന്തോഷം പല ആളുകളുടെയും മുഖത്ത് കാണാം. അവരത്തരം വിശേഷങ്ങളാണ് പങ്കുവച്ചതും. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഹവേലി അങ്ങനെ ഒരു സ്ഥലത്താണ്. അതായത് ആ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. സീസൺ കഴിഞ്ഞു, പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ കൂടി ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളും ഇല്ലെങ്കിൽ കൂടുതൽ ജനത്തിരക്കും ഒക്കെ തന്നെ ആവും. വലിയ വലിയ കടകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ ഷോപ്സ് അതൊക്കെ തന്നെ ഇപ്പോൾ തുറന്ന് ഉണ്ട്. അങ്ങനെ എന്തായാലും സാധാരണ ജീവിതം തിരികെ പിടിക്കുകയാണ് രാജസ്ഥാനും. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ കരുതലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രികളിലെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, വീണ്ടും അസ്വസ്ഥമാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക അവരുടെ എല്ലാം ഉള്ളിലുണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരുന്നു. സൈന്യം ഒക്കെ തന്നെ വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് ബാർമീറിലെ എയർബേസ് പരിസരത്തൊക്കെ തന്നെ ഇന്നലെയും ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു എന്നുണ്ട്. ജയ്സാൽമീറിലും ചില പൊട്ടിത്തെറികൾ കേട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് മാറുമെന്ന് കരുതുന്നു. എന്തായാലും ഇന്നെങ്കിലും അവർ സന്തോഷത്തോടെ ആശങ്കകളില്ലാതെ കിടന്നുറങ്ങട്ടെ എന്നാണ് നമ്മൾക്കും ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്തട്ടെ, തിരികെ ജീവിതത്തിലേക്ക് പതിയെ ആണെങ്കിലും അവിടെയുള്ള അതിർത്തി മേഖലയിലുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട്. അനിൽ വാസുദേവ് ജയ്സാൽമീറിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.